ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ വരുന്ന 30 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഗുഡ് ന്യൂസ് എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1, ഈ ഒരു മാലാഖയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, ഈ ഒരു ഫെദർ ആണെങ്കിൽ പൈൽ നമ്പർ 2, ആൻഡ് ഈ ഒരു ടർക്കിഷ് ഐ മോതിരമാണെങ്കിൽ പൈൽ നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. സോ പൈൽ നമ്പർ 1, ഈ ഒരു മാലാഖയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. നിങ്ങൾക്ക് വരുന്ന അടുത്ത് 30 ദിവസത്തിൽ നിങ്ങളെ തേടി വരുന്ന ഗുഡ് ന്യൂസ് പൈൽ നമ്പർ 1 എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ റീഡിങ്. 31, നമ്പർ 31 ആണ്. നെക്സ്റ്റ് നമ്പർ 21 ആൻഡ് നമ്പർ 34. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്പർ 31 മെസ്സേജ് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്താണ് ഭയം, അതായത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണം, എൻ്റെ ലൈഫ് എവിടെ ചെന്ന് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ എന്താണ്, ആരാണ്, ഇതൊക്കെ മറികടന്ന് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷനാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നത്. അതിനെ മറികടന്ന് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം സൃഷ്ടിക്കുകയാണ്. മറ്റുള്ളവരുടെ ചിന്തകളും മറ്റുള്ളവരുടെ തോന്നലുകളെ മറികടന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകം നിങ്ങൾക്കായിട്ട് സൃഷ്ടിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ സമയമായിരിക്കുകയാണ്. ഇറ്റ് ഈസ് ടൈം ഫോർ യു. നിങ്ങൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എവിടെയെങ്കിലും എങ്കിൽ ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ഓൺ. മുന്നോട്ടേക്ക് പോവുക, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, പുതിയ ആളുകളെ കാണുക, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക, പെയിൻറ്റ് ചെയ്യുക, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുക. ലൈഫിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആവേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കലാപരമായിട്ടുള്ള ഒരു കലാസൃഷ്ടി അല്ല കലാപരമായിട്ടുള്ള കഴിവെന്ന് പറയുമ്പോൾ പൊതുവെ ചില ആളുകൾ കലാപരമായിട്ടുള്ള കഴിവുകളെന്ന് പറയുമ്പോൾ ആളുകൾ കാണുന്നത് നൃത്തം, സംഗീതം, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക, അതേപോലെ എഴുത്ത്, സാഹിത്യം. ഇതല്ലാതെ ലൈഫിൻ്റെ ഓരോ മേഖലയിൽ നമുക്ക് ക്രിയേറ്റീവ് ആവാം. ഇപ്പോൾ നിങ്ങളുടെ ഏത് ഭാഗത്താണ്, ഏത് ഏരിയയിലാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആകേണ്ടത് നിങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു കലയാണ്, എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില ആളുകൾ പറയും, അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പ്രത്യേക രീതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ. ചില ആളുകൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷെ അവരിപ്പോൾ റിസർച്ച് ചെയ്യുന്നവരാണ് ഒരാളെങ്കിൽ അവർ പ്രസൻറ്റേഷൻ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. അവിടെയും നിങ്ങളുടെ കലാപരമായിട്ടുള്ള നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എവിടെയും യൂസ് ചെയ്യാം. ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടാവും, അത് ക്രിയേറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കഴിവാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗീവ് യുവർ സെൽഫ് പെർമിഷൻ ആൻഡ് ദിസ് ഇസ് ദ ടൈം ടു ബി ഇന്നോവേറ്റീവ് ആവാൻ പറ്റിയൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പല തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുകയാണ് ചെയ്യുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ലൈഫിൽ ചില ആളുകൾ ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കും, ചില ആളുകൾ സ്റ്റോറി ടെല്ലേഴ്സ് നമ്മൾ പറയും. ഇപ്പോൾ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ആളുകൾ കഥ പറയുന്നത് അതൊരു ജോലിയാണോ, അല്ലെങ്കിൽ അതൊരു വരുമാന മാർഗമാണോ, അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. അതൊരു വരുമാന മാർഗമാണ്, പാഷനേറ്റ് ആയിട്ട്. അതേപോലെ തന്നെ അത് നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ഇത് പല കാര്യങ്ങളിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹീലിംഗ് എനർജിയാണ്, ഇതൊരു മാജിക് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 21 എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പലരും ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം ആദ്യമേ പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അതായത് സുഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, ഹീലിംഗ് ആവശ്യമുള്ളവർ അവർ ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ചില പ്രത്യേക വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പാരൻസ് ചിലപ്പോൾ പ്രോബ്ലംസ് വെച്ച്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സ്ട്രോക്ക് വന്നിട്ടൊക്കെ, അതായത് പാരലൈസ്ഡ് ആയി പോയിട്ടുള്ള ആളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട്
പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടർ മാറുന്നതായിരിക്കും, ചികിത്സാ രീതി മാറുന്നതായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളിലും മാറ്റം വരുന്നതിലൂടെ അവർ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ആണ്, അതായത് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളാവാം, മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരുടെ ഒരു ഹീലിംഗും ആവാം. ഇത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുടെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഒരു സ്ട്രെസ്സ്, ഭയങ്കരമായിട്ടുള്ള ഓവർവെൽമിങ് ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ പല തലത്തിലാണ്. ഇവിടെ നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലാവാം, അതായത് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരാളില്ല അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ആളില്ല എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലി ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ, ബാഹ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു ഫാമിലി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ആവശ്യമുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ചില പാരൻസ് ചിന്തിക്കുന്ന പോലെ ഇഷ്ടമുള്ള ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, പിള്ളേരെ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണം, പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹം എന്നുള്ളത്. ഓരോരുത്തർ എന്തൊക്കെ ചെയ്തിട്ടും, ചില പാരൻസ് എന്തൊക്കെ ചെയ്താലും, അല്ലെങ്കിൽ ചില കുട്ടികൾ എന്തൊക്കെ ചെയ്താലും പ്രായമായിട്ടുള്ള പാരൻസ് തൃപ്തിയാവില്ല. കാരണം അവർക്ക് ഒരു പരിധിവരെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടതല്ല കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ചില ആളുകൾ അൺഗ്രേറ്റ്ഫുൾ ആകുന്നതുമാവും. പക്ഷേ ഇവിടെ ഒരു അൺഗ്രേറ്റ്ഫുൾ സിറ്റുവേഷൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാളും, മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ചിന്തയ്ക്കനുസരിച്ച് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ബോഡി, സോൾ, മൈൻഡ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് വരുന്നതായിരിക്കാം. അതല്ല എങ്കിൽ ചിലപ്പോൾ ഇവിടെ ഹീലിംഗ് സമയമെടുത്ത് ഹീലിംഗ് സ്വയം ചെയ്യുന്നതാവാം, അങ്ങനെ ഒരു സുഹൃത്ത് വരുന്നതാവാം. ആ ഒരു വ്യക്തി എന്ന് പറയുന്നതും നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നത്, നിങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ, ഒരു ഇമ്മീഡിയറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളത്. പലപ്പോഴും ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മക്കൾ പാരൻസിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത് ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നതായാലും എന്താണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് സമ്മതിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്, അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവർ മനസ്സിലാകാതെ ആ ഒരു സിറ്റുവേഷൻ വഷളാക്കേണ്ട അല്ലെങ്കിൽ ബന്ധം വഷളാക്കേണ്ട എന്ന് വെച്ചാൽ എല്ലാം ഓക്കെ പറയുന്നതും, ജെനുവിനായിട്ടത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിനുള്ള ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതിൻ്റെയൊക്കെ അതിൽ നിന്നൊക്കെ ഉള്ളൊരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് യുവർ ബോഡി വോൺസ്, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്, മറ്റാരും സ്നേഹിക്കുന്നില്ല എങ്കിൽ. അപ്പോൾ മോർ ലവിങ് മാനർ, ലിസ്ണിങ് ടു ദ മെസ്സേജസ്, നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയുന്ന മെസ്സേജസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് ഭാഗത്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്തിരിക്കുന്നത്, ഇതൊന്നും അവോയ്ഡ് ചെയ്യുകയോ സപ്രസ് ചെയ്യുകയോ അല്ല വേണ്ടത്. അതെന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സമയമെടുക്കുക. അതൊരു പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ഉള്ള അന്തരീക്ഷം സേഫ് എൻവയൺമെൻ്റ് ആക്കി മാറ്റുക, സേഫ് ആൻഡ് സപ്പോർട്ടീവ്. അതിന് മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവരാണ് നിങ്ങളുടെ ചുറ്റുമെങ്കിൽ അവരിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ എനർജി നമ്പർ 34 ആണ്. കാരണം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല നിങ്ങൾക്ക് ചുറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ട്രാപ്പിലാണ്. കാരണം നമ്മുടെ ചുറ്റും സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ല എങ്കിൽ അവരുമായിട്ട് തുടർന്ന് പോകേണ്ടുന്നൊരു സാഹചര്യം ഇല്ല. കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നില്ല. ഇതൊരു പേഴ്സണൽ പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരേണ്ടുന്ന സമയമാണ്, ഒരു ഷിഫ്റ്റിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ദിസ് ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ യു ദാറ്റ് നിങ്ങൾ അൾട്രാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്നു, അങ്ങനെയുള്ള സർക്കിളിലേക്ക് പോകുന്നു, അങ്ങനെയുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള ഓതേഴ്സ്, ഇപ്പോൾ പുസ്തകങ്ങൾ എഴുതുന്നവരായിരിക്കും, ഇൻസ്പിറേഷണൽ ആയിട്ട് നിങ്ങൾ കാണുന്ന ആളുകളായിരിക്കാം,
ഒത്തിരി സെമിനാർസ് അറ്റൻഡ് ചെയ്യുന്നു, പല അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. ഇതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെ അല്ലാതെ നമ്മുടെ പുറത്തുള്ള സിറ്റുവേഷനെയാണ് ബ്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ കരുതുന്ന പോലെ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല, അല്ലെങ്കിൽ ചുറ്റുപാട് നിങ്ങളെ സ്നേഹിക്കുന്ന ആളില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ഫീലിങ്ങിൽ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളില്ല എങ്കിൽ അവരങ്ങനത്തെ ആളുകളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്നിട്ടും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നതാണ്. അതായത് യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. പുതിയ വേ ഓഫ് ലിവിങ്, ചേഞ്ച്, മാറ്റം, നിങ്ങളുടെ ആ ഒരു അബ്യൂസീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക. അത് നിങ്ങളുടെ കൈകളിൽ മാത്രമാണുള്ളത്, തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ദാറ്റ് വിൽ ബി യുവർ ഗുഡ് ന്യൂസ്. അതിനി ആര് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. സ്ലോലി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചുറ്റുപാടും പുതിയ പുതിയ ആളുകൾ, നിങ്ങൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഈ വരുന്ന 30 ഡേയ്സിൽ നിങ്ങൾക്കുള്ള ഗുഡ് ന്യൂസ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 2ലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 30 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഗുഡ് ന്യൂസ് എന്താണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 2. നിങ്ങൾ ടെംപ്റ്റേഷൻ 32, നമ്പർ 19, നമ്പർ 32 ആൻഡ് നമ്പർ 1. ഓക്കെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നമ്പർ 19 ആണ്. സോ ഇത് ഈ നമ്പർ 19 സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു സ്വപ്നം മാത്രമായിരുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ഒത്തിരി പല കാരണം നിങ്ങളെ സംബന്ധിച്ച് അടുത്തിടയ്ക്ക് ഫോക്കസ് മാറിപ്പോയിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, ഒത്തിരി ടെംപ്റ്റേഷൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്താണെന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത്, ആ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിലാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ അതിലേക്ക് മനസ്സ് പതറിപ്പോവാതെ നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയമാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന ടൈം. നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ യു ആർ വർത്തി, യു ആർ ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ട്രൂ പേർപ്പസ് നിങ്ങൾക്ക് മനസ്സിലാവണം. വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്ന സമയമാണ്. പ്രധാനപ്പെട്ട ഡിസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ടെംപ്റ്റഡ് ആവുന്ന സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. നിങ്ങൾ 100% നിങ്ങളുടെ കൈകളിലാണ്. കാരണം നിങ്ങൾ ടെംപ്റ്റഡ് ആവാതെ, അതായത് നെഗറ്റീവായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള, അതായത് റിലേഷൻഷിപ്പിന് ഇവിടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിന് ആ വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതായത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പ്രത്യേകിച്ച് ഈ ചില സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് സെൽഫിഷ് ആവുന്ന റിലേഷൻഷിപ്പ്, അതായത് അവരായിട്ട് സമയം ചിലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെ, അല്ലെങ്കിൽ ഓരോരുത്തരും മനഃപൂർവ്വമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല, അവരുടെ ഗോൾസിനും അതിനും പ്രാധാന്യം കൊടുത്തിട്ട് എങ്ങനെ ഒരു വ്യക്തി എന്ത് തരത്തിലുള്ളൊരു ജോലി ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറാണെങ്കിൽ ഇന്ന ടൈമിങ്ങിൽ എന്നുള്ള രീതിയിൽ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലാതെ ഒരു നോർമൽ ജോലി 9 to 5 ജോബുള്ള ഒരു കൃത്യമായിട്ട് ബ്രേക്സും കാര്യങ്ങളും കിട്ടുന്ന ഒരു ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അത് മനസ്സിലാക്കാതെ മുന്നോട്ടേക്ക് പോകുന്നു, നിങ്ങളുടെ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ മെഡിസിന് പഠിക്കായിരിക്കും, ചിലപ്പം നിങ്ങളൊരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി, അതിൻ്റേതായിട്ടുള്ള നിങ്ങളുടെ ഗോള് അതിന് വളരെ പ്രാധാന്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളോടുള്ള ഒരു താല്പര്യം സത്യസന്ധമാണെങ്കിൽ നിങ്ങളുടെ ഗോളിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ്. ബീങ് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ചില റിലേഷൻഷിപ്പിൽ ഇവിടെ
ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ടെംപ്റ്റേഷൻ സ്ട്രോങ് ആയിട്ടെന്ന് പറയാൻ എന്താ പറയുക, നമ്മൾ പറയില്ലേ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അതുപോലത്തെ സിറ്റുവേഷൻ, അതായത് ബോർഡം ഫീൽ ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു ബോർഡം ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനിരുന്ന് സംസാരിച്ച് റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം ഇവിടെ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ടെംപ്റ്റേഷൻസിനെ നിങ്ങൾ അകറ്റി നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ് ആണ്. കാരണം വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഈ സമയം. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് ലോട്ടറി അടിക്കാം. വളരെയധികം ധനസമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ ധനം കയ്യിൽ വരുമ്പോൾ അതൊരു ചില ആളുകളുടെ മനസ്സ് തന്നെ മൊത്തത്തിൽ മാറിപ്പോവും. കയ്യിലേക്ക് ധനം വരുമ്പോൾ അതുവരെ കൂടെ ഉണ്ടായിരുന്ന സപ്പോർട്ട് സിസ്റ്റമായിട്ടുള്ള ആളുകൾ അവരുടെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് യു ഹാവ് ടു ടേക്ക് ദ ഹയർ പാത്ത്. അതാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ബാക്കി എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കൈകളിലാണ്. ഓക്കെ, കാരണം ഇവിടെ നമ്പർ 32 എനർജി, ഫീനിക്സ് റൈസിങ് എനർജി ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്കുള്ള വിശ്വാസം അല്ലെങ്കിൽ പല ടെംപ്റ്റേഷൻസിൽ വീണു പോകാതെ എന്താണ് നിങ്ങളുടെ ഗോൾ, അതിൽ മുന്നോട്ടേക്ക് പോകാം. ജീവിതത്തിൽ പല കാര്യങ്ങൾ, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ജീവിതത്തിൽ പല കാര്യങ്ങൾ പല സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും ഒരു ബാഡ് ന്യൂസ് ആയിരിക്കില്ല, അത് ഗുഡ് ന്യൂസ് ആകും. കാരണം തിങ്സ് ആർ ഫോളിങ് അപ്പാർട്ട്. അതായത് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലപ്പോൾ പല ആളുകളും സങ്കടങ്ങൾ, നെഗറ്റിവിറ്റീസൊക്കെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ, ചലഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. അതിനെ അതിജീവിച്ച് മുന്നേറുമ്പോഴാണ് നമ്മൾ ഇന്നലെ എന്തായിരുന്നു അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നാളെയിലേക്ക് മാറുന്നത്. സോ തിങ്സ് ആർ ഫോളിങ് അപ്പാർട്ട് ഫോർ യു ടു റൈസ് ഫ്രം ദ ആഷസ്. അതായത് ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ആകണമെങ്കിൽ ആദ്യം ചാരമായി മാറേണ്ടതുണ്ട്. ചാരമായി മാറിയാൽ മാത്രമാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയത്തിലൂടെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും സ്പ്രിംഗ് ഇക്വിനോക്സ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ചാരമായിട്ട് മാറിയാൽ മാത്രം, അത് അനുഭവിച്ചാൽ മാത്രമാണ് അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുന്നുണ്ടോ. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഇത്രയാണ്. ഇവിടെ ക്ലെൻസിങ് ആണ് ജനറലി പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് കൂടുതൽ എന്നുള്ളതാണ്. നിങ്ങൾ സ്പിരിച്വൽ റിച്വൽസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ചില പെയിൻ അനുഭവിക്കുന്നുണ്ടാവും, ചില സങ്കടങ്ങൾ, അതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഉലച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് അല്ല, ശരിക്കും നമ്മൾ ഇതൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഇമാജിൻ ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അവസരങ്ങളുണ്ട്. കാരണം ഇവിടെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല അടുത്തിടയ്ക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ സംഭവിക്കാതിരുന്നത് നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചൊരു ജോലിയായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട്, അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ സങ്കടം ഉണ്ടാകാം, അല്ലെങ്കിൽ അത് നെഗറ്റീവായിട്ട് ഭവിച്ചേനെ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സെറ്റിലാവും. ഇപ്പോൾ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിച്ച് ലഭിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് അവിടെ തന്നെ നിൽക്കും, മുന്നോട്ടേക്ക് പോകില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം സംഭവിക്കാതിരിക്കുകയും ലൈഫിൽ ഒത്തിരി ചാലഞ്ചസിനെ, കടമ്പകളെ മറികടന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു അവസരമുണ്ട്. ആ അവസരമാണ് നിങ്ങൾക്ക് മുമ്പിൽ ആ ഒരു പ്രപഞ്ചശക്തി കൊണ്ടുവരുന്നത്. സോ ലെറ്റ് ഗോ, വിട്ടുകളയുക, അത് നിങ്ങൾക്കുള്ളതല്ല. എന്നിട്ട് ആ ഒരു പ്രപഞ്ചശക്തി ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ടേക്ക് നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നുള്ളത് ട്രസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്പർ 1 ആണ്. സോ ഇത് പറയുന്നത് വീണ്ടും ഈ നേരത്തെ പറഞ്ഞ എനർജിയുടെ കണക്ഷനാണ്. കാരണം സെല്ലിങ് ഔട്ട് ഷോർട്ട്, നിങ്ങളെ തന്നെ നമ്മൾ പറയുമല്ലോ, ചില ആളുകൾ ചില കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാദ്യം ചിന്തിക്കുക, അത് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇഫ് യു ആർ ടാലൻറ്റഡ്, നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. പക്ഷേ ചില ആളുകൾ നമ്മളെ തളർത്താൻ ശ്രമിക്കും. കാരണം
അവർ ഇത് നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണ്, അപ്പോൾ ഇത്ര വിലയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഇത്രയും കുറച്ചാണ് എന്നുള്ള രീതിയിൽ ചില ആളുകൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടാലൻസിന് വില മതിക്കാനാവില്ല. പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആണെങ്കിൽ വെറുതെ വരച്ചു കൊടുക്കുന്ന ശീലം ഒഴിവാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്തു തരുമോ എന്ന് ചില ആളുകൾ ചോദിക്കും. 10 പൈസ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആർട്ടിസ്റ്റായിട്ടുള്ള സുഹൃത്തുക്കൾ ഉള്ള ആളുകൾക്കറിയാം, എന്തെങ്കിലും കാര്യത്തിനാകുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, എനിക്ക് വരച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കും, ട്രീറ്റ് കൊടുക്കുമായിരിക്കും. പക്ഷേ ഒറിജിനലി ഒരു ആർട്ട് എന്ന് പറയുന്ന അവർ ചെയ്യുന്നത് അവരുടെ പ്രവൃത്തി, അവരുടെ ടാലൻറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. പല ആളുകളും പൈസയുടെ മൂല്യം വച്ചിട്ടാണ് പലതും ചിന്തിക്കുന്നത്. പക്ഷെ ആർട്ടിൻ്റെ വില അത് പ്രഷ്യസ് ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഒരു പരിധിവരെ ഉണ്ടാവില്ല, അത് പല ആളുകൾക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ വില അറിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയേണ്ടതാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങൾ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഒരിക്കലും നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഡോണ്ട് സെൽ യുവർ സെൽഫ് ഔട്ട് ഷോർട്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സെൽഫ് എക്സ്പ്രഷൻ, ഫ്രീഡത്തിലേക്കാണ്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ചോയ്സ് ഇല്ല എന്നുള്ളത് വെറുതെ തോന്നുന്നതാണ്. നിങ്ങൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളൊരു ടോക്സിക് എൻവയൺമെൻറ്റിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അവസരമില്ല എന്നുള്ളതല്ല, അവസരമുണ്ട്. നിങ്ങളുടെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടാം, നിങ്ങൾക്ക് ടോക്സിക് എൻവയൺമെൻറ്റിൽ നിന്ന് പുറത്ത് കടക്കാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ യു ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്. നിങ്ങളത് മനസ്സിലാക്കുക ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് പറന്നുയരേണ്ടത്, ടെംപ്റ്റേഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എന്നുള്ള മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 3. സോ പൈൽ നമ്പർ 3 30 ദിവസത്തിൽ നിങ്ങളെ തേടിയെത്തുന്ന ഗുഡ് ന്യൂസ് എന്താണ് പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. പൈൽ നമ്പർ 3. സോ ഡ്രീംസ്, soulmate, wonderful, positive, wonderful energy, alchemy, beautiful എനർജിയാണ് പൈൽ നമ്പർ 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. ഫസ്റ്റ് വന്നിട്ട് തന്നെ ഡ്രീം കാറാണ്, ഡ്രീം കം ട്രൂ എനർജിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പിക്ചറൈസേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഡ്രീം കം ട്രൂ എനർജി, അല്ലെങ്കിൽ പല ഡ്രീം കം ട്രൂ എനർജീസ് നോക്കുക ഡയറക്റ്റ് അറിയുന്നവരാണെങ്കിൽ അത് ജനറലി നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വൈൽഡ് ഡ്രീംസ്, അതായത് നമ്മൾ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ അല്ലെങ്കിൽ പുലി, ഈ ഒരു എനർജി, അതായത് ഒരു ഭീകര അല്ലെങ്കിൽ ഒരു ജന്തു അല്ലെങ്കിൽ കാട്ടിൽ വസിക്കുന്ന ഒരു ജന്തു, നമ്മൾ ഭയപ്പെടുന്ന ഭീതിജനകമായിട്ടുള്ള ഒരു മൃഗത്തെ അതിനെ ടൈം ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളരെ അതിനോട് കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നമുണ്ട്. ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭീതിജനകമായിട്ടുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ഇതിനെ എനിക്ക് ടൈം ചെയ്യാൻ പറ്റില്ല, അതിനെ മെരുക്കിയെടുക്കുക, എൻ്റെ സ്വപ്നത്തെ മെരുക്കിയെടുത്ത് എൻ്റെ വഴിയിലൂടെ കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പേ അറ്റൻഷൻ. നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അത് നിങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു മെസ്സേജാണ്. അതാണ് നിങ്ങൾക്കുള്ള ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമാണ്, മാനിഫെസ്റ്റേഷനാണ്. അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. ടു മേക്ക് യുവർ ഡിസയേഴ്സ് മാനിഫെസ്റ്റ്. ഡ്രീംസ് എന്ന് പറയുന്നത്, ഡ്രീംസ് നിങ്ങൾക്ക് ഇവിടുത്തെ എനർജി ഡ്രീം കം ട്രൂ എനർജി ആണെങ്കിലും സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് ലിറ്ററലി സ്വപ്നങ്ങളിലൂടെ പല ക്ലൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡീറ്റെയിൽസും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, മൺമറഞ്ഞു പോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, അവർ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില സമയങ്ങളിൽ അടുത്തിടെയായിട്ട് യു ഹാവ് ലോസ് കണക്ഷൻ, അവരായിട്ടുള്ള കണക്ഷൻ വിട്ടു പോകുന്നുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വലി നിങ്ങളുടെ ലൈഫിൽ അത്രയും ബിസി ആയിരിക്കാം, സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നില്ല എന്നുള്ളത്. സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ സ്വപ്നങ്ങൾ ക്ലിയർ ആവും. സ്വപ്നങ്ങൾ ക്ലിയർ ആകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിരിച്ച് സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. യു ആർ ബാക്ക് ഇൻ ടച്ച് വിത്ത് യുവർ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, സ്വപ്നങ്ങളിൽ ഒരു ക്ലാരിറ്റിയും ഇല്ല, എന്തൊക്കെയോ കാണുന്നു എങ്കിൽ, അത് പ്രത്യേകിച്ച് ഭയപ്പെടുത്തുന്ന ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങളാണെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറും പേനും എടുത്തു വയ്ക്കുക. സ്വപ്നം കണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ ആ പേപ്പറിൽ എഴുതിയോ വരച്ചോ വയ്ക്കുക എന്താണ് നിങ്ങൾ കണ്ടത് എന്നുള്ളത്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മറന്നു പോകും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറന്നു പോകും. പല ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാര്യം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചില ആളുകൾ അറിയാതെ തന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആസ്ട്രൽ പ്രൊജക്ഷനിൽ പോകുന്നുണ്ടാവും. ഇത് പറയുമ്പോൾ തന്നെ ഒരു വാർണിംഗ് ആയിട്ട് പറയാണ്, ആസ്ട്രൽ പ്രൊജക്ഷൻ ട്രൈ ചെയ്യാതിരിക്കുക. പല വീഡിയോസ് പലരും ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് ട്രൈ ചെയ്യാതിരിക്കുക. ഇറ്റ്സ് ഡേഞ്ചറസ്. അത് നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുക. പക്ഷേ ചില സിറ്റുവേഷനിൽ നമ്മളങ്ങനെ പോകാറുണ്ട്, തിരിച്ചു വരും. പക്ഷേ നമ്മളായിട്ടത് ട്രൈ ചെയ്യുന്നത് നമുക്കറിയാത്ത സിറ്റുവേഷൻസ് ആണ്. എന്തായാലും കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ ഡ്രീംസിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ആസ്പെക്ട്സ് ഉണ്ടാവും. അത് എല്ലാം എഴുതി വയ്ക്കുക. അതിന് പ്രത്യേകമായിട്ടുള്ള മീനിങ് ഉണ്ട്, അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്ക്, വിസ്റ്റം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ആ സ്വപ്നങ്ങൾ എന്താണ് എന്നുള്ളത് അത് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നത്തിലേക്ക് മുന്നേറാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്പർ 14 സോൾമേറ്റ് കണക്ഷനാണ്. സോൾമേറ്റ് കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ള. ഇവിടെ പ്രണയം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ഒത്തിരി ദൂരത്തൊന്നും അല്ല, നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിരിക്കും ഇത് സൂചിപ്പിക്കുന്നത്. അവരായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഓപ്പൺ യുവർ ഹാർട്ട്. കുറച്ചുകൂടി പേഷ്യൻസ് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ സോൾമേറ്റ് എന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്തിട്ട് സെൽഫ് ലവ് അക്സെപ്റ്റ് ചെയ്യാതെ, നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം കണക്ട് ചെയ്യാൻ പറ്റാത്തതിനൊരു കാര്യം നമ്മൾ സെൽഫ് ലവ് ഇല്ലാത്തതാണ്. നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ കീപ് വർക്കിംഗ് ഓൺ സെൽഫ് ലവ്. സെൽഫ് ലവിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് ഒരു നമ്മൾ പറയില്ലേ മാഗ്നറ്റ് പോലെ അങ്ങോട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ, അതായത് സ്നേഹം എന്ന് പറയുന്നത് ഇന്ന ആൾ എന്നുള്ളതല്ല. മറ്റൊരാളെ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്, മൃഗത്തെ സ്നേഹിക്കുന്നത്, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത്, എല്ലാം സ്നേഹമാണ്. സ്നേഹം ഒരിക്കലും സെൽഫിഷ് അല്ല. പക്ഷേ ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ സെൽഫിഷ് ആവാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ നെഗറ്റിവിറ്റി. നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പല ആളുകളും സ്വയം സ്നേഹിക്കുന്നത് സെൽഫിഷ്നെസ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വരുന്നു, നിങ്ങൾക്കൊരു പല സിനിമകളിലൊക്കെ കാണുന്ന പോലെ 2 മക്കൾ ഉണ്ടാവും. അപ്പോൾ മൂത്തയാൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഇളയ ആൾ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ജോലി കൊടുക്കുക. കാരണം പല കാരണങ്ങളും പറഞ്ഞിട്ട് ഒരാളോട് ത്യാഗം ചെയ്യാൻ പറയുമ്പോൾ മറ്റേയാൾ ത്യാഗം ചെയ്യാത്തത് കൊണ്ട് ആ വ്യക്തി ചീത്തയാവുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ സിനിമകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത്. ഒരാൾക്കൊരു ജോലി കിട്ടുന്നത് ആ വ്യക്തിക്ക് അതിൽ അർഹതയുള്ളത് കൊണ്ട്, ആ ഒരു പ്രപഞ്ചശക്തി ആ വ്യക്തിക്കായിട്ട് നൽകിയതാണത്. നിങ്ങളത് മറ്റൊരാളിലേക്ക് കൈമാറുമ്പോൾ നിങ്ങൾ ആ നിയമത്തിനെതിരായിട്ടാണ് പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് അവിടെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട് കിട്ടിയതാണ്, നിങ്ങൾ ആരെയും ചതിച്ചു വന്ദിച്ച് കിട്ടിയതല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടാണ്. മറ്റൊരാൾക്ക് കിട്ടിയത് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് ഏറ്റെടുക്കുന്നതാണ് അവിടെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പലരും അത് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന സോക്കോളുള്ള ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ എന്ന് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരു ദേവിയോ ദേവനോ ആയിട്ടുള്ള പരിവേഷം നൽകുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. കാരണം ഇവിടെ സെൽഫ് ലവിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമല്ല. സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതുപോലെ നിങ്ങളുടെ സോളായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തി. അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്താവാം, നിങ്ങളുടെ അമ്മയോ അച്ഛനാവാം, സഹോദരന്മാരാവാം, സഹോദരിമാരാവാം, അല്ലെങ്കിൽ
നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും ആവും. ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ ആരാണെങ്കിലും നിങ്ങളായിട്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങളെ അതിന് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക്, അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നൊരു മെസ്സേജാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്പർ 25 ആണ്. ആൽക്കമി എനർജിയാണ്. ആൽക്കമി എനർജി നമുക്കറിയാം, അത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. മോസ്റ്റ് പോസിറ്റീവ് എനർജീസിലൊന്നാണ് ആൽക്കമി എന്ന് പറയുന്നത്. ഓൾക്കെമിയിലോട്ട് ചെന്നെത്തുന്നത് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് ആണ് എല്ലാത്തിൻ്റെയും തുടക്കം. പക്ഷെ പലപ്പോഴായിട്ട് നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളത് സെൽഫ് ലവ് തെറ്റാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലരുടെയും ലൈഫിൽ ഒരു തൃപ്തിയില്ലായ്മ വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു പവർഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്നും നിങ്ങൾ കാണുന്ന പോലെയല്ല, വലിയൊരു പവർഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. മെഡിറ്റേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡ്രീംസ് അത് നിങ്ങളുടെ ഹയസ്റ്റ് ഗോളിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വിട്ട് കളയാം, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം, ധർമ്മം ചെയ്യുക, അതിനുള്ള കർമ്മം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ മറികടന്ന് അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കുക. ഐ എം റെഡി ടു റിസീവ് എന്ന് നിങ്ങളോട് തന്നെ പറയാം, ആ ഒരു പ്രപഞ്ചശക്തിയോട് പറയാം. നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി ഈ ഒരു മൊമെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സമയമെടുക്കുക, പ്രെയർ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സമയമെടുക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി ഓഫ് ആൽക്കമി ഉണ്ട്. ആൽക്കമി എന്ന് പറയുന്ന ഒരു മാജിക്കാണ്, എന്തും ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആൽക്കമി മാജിക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന കാര്യത്തെ സമൂഹം വളരെ പ്രഷ്യസ് ആണെന്ന് കരുതുന്ന കാര്യത്തിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ യു ക്യാൻ ട്രാൻസ്ഫോം ദ മോസ്റ്റ് ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ഇൻ ടു ഇൻക്രെഡിബിൾ ഗിഫ്റ്റ്, മിറാക്കിൾ. അതായത് നമ്മൾ നെഗറ്റീവായിട്ട് കരുതുന്ന എന്തിനേയും അതുപോലെ പോസിറ്റീവായിട്ട് മാറ്റി തീർക്കാൻ പറ്റുന്ന ഒരു കഴിവ് അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ്, ഈ ഒരു ടൈം എന്ന് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് നെഗറ്റിവിറ്റി. അതായത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റാം. നെഗറ്റിവിറ്റി വിട്ട് കളയാം. ചില കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് പോകേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മൾ വിട്ട് കളയാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, വീട്ടിൽ ഒത്തിരി പഴയതായ കാര്യങ്ങളായിരിക്കും എടുത്ത് കളയാൻ വേണ്ടി മാറ്റി വയ്ക്കും. അപ്പോഴും വേണ്ട, ഇത് എന്തെങ്കിലും ആവശ്യം എപ്പോഴെങ്കിലും വന്നാലോ എന്നുള്ളൊരു ചിന്ത. പൊതുവെ പറയും, ഒരു 80 years ആയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കാര്യമാണെങ്കിൽ പിന്നെ നമ്മളത് ഒരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കളയേണ്ടുന്ന കാര്യങ്ങൾ വീണ്ടും എടുത്തു വെച്ചാൽ അതൊരു നെഗറ്റിവിറ്റിയാണ്. ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്കിനി ഒരു ആവശ്യമില്ല. അത് നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ ആ ഒരു ആൽക്കമി എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് വരുന്ന ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.